ബഷീറിൻ്റെ മുഖം, ബഷീർ എപ്പോഴും മാനസികമായ അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിനകം മുഴുവൻ വേദനയും ദുഃഖവും ആ മനുഷ്യനിലുണ്ടായിരുന്നു. അപ്പോൾ ചിന്തിക്കാത്ത ഒരു ബഷീറിനെ ഞാൻ കണ്ടിട്ടില്ല. ഏത് സമയവും അദ്ദേഹം എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കും. ആ ഫോട്ടോ എടുക്കുമ്പോഴേ അതൊക്കെ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. ഒരിക്കലും ബഷീർ അങ്ങനെ ചിരിക്കുക എന്ന് ഞാൻ കണ്ടിട്ടില്ല. എത്രയോ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചിരിക്കുന്ന പടങ്ങൾ അപൂർവം, വളരെ അപൂർവം. എപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം അദ്ദേഹത്തെ അലട്ടും. അത് ഭ്രാന്ത് വന്നാലും അല്ലെങ്കിലും എല്ലാം വേദന അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ബഷീറിൻ്റെ ഒരു പടമുണ്ട് ഏറ്റവും വളരെ ദുഃഖഭാവം ഉള്ള. അതാണ് ബഷീറിൻ്റെ അമ്മ മരിച്ച ദിവസം. അന്ന് ഞാൻ വെറുതെ ഫോട്ടോ എടുത്തതാണ്. പക്ഷെ അന്ന് ഈ ഫോട്ടോ എടുക്കുമ്പോഴേ തന്നെ മൂപ്പരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മൂപ്പര് വളരെ ദുഃഖിതനായിട്ടിരിക്കുക. ആ ഫോട്ടോ എടുത്ത് പിന്നീട് ആ ദിവസം പറഞ്ഞത്, എൻ്റെ മുഖഭാവം ഇങ്ങനെ ഇരിക്കാൻ കാരണം അമ്മ മരിച്ച വാർത്ത ഞാൻ അറിഞ്ഞായിരുന്നു രാജൻ. അതിനോട് ഞാൻ പറഞ്ഞില്ല. Sometimes I feel like a motherless child. Sometimes I feel like a motherless child. Sometimes I feel like a motherless child. A long ways from Sometimes I feel like I'm almost gone. Sometimes I feel like I'm almost gone. Sometimes I feel like I'm almost gone. A long ways from home. A long ways from home. Come, my sister. A long ways from home. A long ways from ബഷീർ എപ്പോഴും സംഗീതത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. ബഷീർ എപ്പോഴും ഗ്രാമഫോൺ റെക്കോർഡുകൾ ഒരുപാട് സൂക്ഷിച്ചിരുന്ന ആളാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരുപാട് പാട്ടുകൾ, പ്രത്യേകിച്ച് നല്ല ഗസലുകളായിരുന്നു. ഗസലുകൾ, പിന്നെ ഉറുദു ആയിരുന്നു ബഷീറിൻ്റെ ഫേവറേറ്റ്. അത് ഗസലുകളായിരുന്നു ബഷീറിൻ്റെ ഏറ്റവും. ബഷീർ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പം ഗസലുകൾ രാത്രിയിൽ ഇങ്ങനെ കേട്ടാൽ നക്ഷത്രത്തെ തൊടാം എന്നുള്ള രീതിയിലൊക്കെ മൂപ്പര് അതിന് ഫാൻറ്റസി ഒക്കെ ഉണ്ടാക്കി പറയും. നല്ല പാട്ടുകാരും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ശരിക്കും ബഷീറിൻ്റെ ഫോട്ടോസ് നല്ലത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് ബഷീറിന് നല്ലപോലെ അറിയാം. അതിനുദാഹരണം അത് ബഷീറിൻ്റെ എല്ലാ പുസ്തകങ്ങളുടെ പുറത്തും എൻ്റെ ഫോട്ടോ കൊടുക്കും, എൻ്റെ പേരും വയ്ക്കണമെന്ന് DC യോട് പ്രത്യേകം ഈ ബഷീർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമായിരുന്നു.
പിന്നെ ഇവിടുത്തെ വലിയ പ്രശസ്തരായ പല ഫോട്ടോഗ്രാഫർമാരും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തതിനെ അദ്ദേഹം ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ബഷീറിൻ്റെ ബഷീർ എപ്പോഴും വലിയ ഭയങ്കര ഒരു സൗന്ദര്യ ആരാധകനാണ്. മൂപ്പര് മീശയൊക്കെ ഡൈയൊക്കെ ചെയ്ത് ഉള്ള 3 മുടിയുണ്ടെങ്കിൽ അത് നരച്ചതൊക്കെ ഒന്ന് ഡൈയൊക്കെ ചെയ്ത് എപ്പോഴും യൂത്തും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് ഈ സൗന്ദര്യമൊക്കെ മുഖത്തിൻ്റെ രൂപങ്ങളും ഒക്കെ കാലം മായ്ച്ചു കളയുമല്ലോ. അങ്ങനെ ബഷീറിന് രൂപവ്യത്യാസം വന്ന് വാർദ്ധക്യം വന്ന് അങ്ങനെ. അപ്പോൾ ആ പടങ്ങളിൽ ഇങ്ങനെ പലയിടത്തും കണ്ടാൽ മനസ്സിലാവും കാലത്തിൻ്റെ ബഷീറിൻ്റെ മുഖത്ത് വരുത്തിയ പാടുകൾ. പിന്നെ എന്നാലും ബഷീർ ആ പഴയ പടം മാത്രമേ പ്രസിദ്ധീകരിക്കാൻ സമ്മതിക്കുള്ളൂ. അത് മൂപ്പർക്ക് വലിയ ഇഷ്ടമാണ്. പിന്നീട് ആരാധകന്മാർ ഒരുപാട് പേരുണ്ടല്ലോ. ഈ പഴയ പടം കണ്ടിട്ട് ആരാധകന്മാർ കത്തയക്കുമ്പോൾ ഈ പടം തന്നെ അയച്ചു കൊടുക്കും. ഒരു മാർഗദർശിയായിരുന്നു ബഷീർ. എനിക്ക് ബഷീറിനോടുള്ള ആരാധന അതുമാതിരിയല്ല, ബഷീർ എന്നോടും അതുമാതിരി തന്നെ എന്നോടും വളരെ സ്വന്തം ഒരു മകനോട് കാണിക്കാവുന്ന അത്രത്തോളം സ്നേഹം എന്നോട് കാണിച്ചിട്ടുണ്ട്. എന്നെ കല്യാണം കഴിപ്പിച്ച ബഷീറില്ലേ. ബഷീറാണ് എൻ്റെ കല്യാണത്തിന് മാലയൊക്കെ എടുത്തു തന്നത്. ബഷീറിൻ്റെ വൈഫിൻ്റെ സെലക്ഷൻ അവരാണ് എൻ്റെ വൈഫിനെ കണ്ടുപിടിച്ച് അവരുടെ വീടിനടുത്തുള്ള കണ്ടുപിടിച്ച് കാണിച്ചു തന്നു. ബഷീർ അതിനുവേണ്ട ഒത്താശകളൊക്കെ ചെയ്ത് അങ്ങനെ കല്യാണം കഴിച്ചു. ബഷീറിൻ്റെ കാർമ്മികത്വത്തിലാണ് കല്യാണം തന്നെ. എൻ്റെ സഹോദരിയുടെ എൻ്റെ കല്യാണത്തിന് എൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് ബഷീറിൻ്റെ മോളാണ് നിന്നത്. പിന്നെ ബഷീറിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഭാഗവെക്കാണ്. ബഷീറിൻ്റെ എല്ലാ സന്തോഷത്തിനും സങ്കടത്തിലും എല്ലാം. അതുമാതിരി എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിനും ബഷീർ പങ്കുചേർന്നിട്ടുണ്ട്. ആ മനുഷ്യനിൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ തികച്ചും സിൻസിയറിറ്റിയാണ്, ആത്മാർത്ഥത ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. എനിക്കത് വല്ലാതെ ഒരു അനുഭവമാണ് ജീവിതത്തിൻ്റെ. ബഷീറുമായിട്ടുള്ള ഓർമ്മകൾ അതെങ്ങനെ പറയാനൊരു